ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഷാർജ റോളയിൽ അൽ മരീജിലൂടെ ഇങ്ങനെ അൽ മജറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിയത്തിൻ്റെ അടുത്ത് നമ്മുടെ ഷോപ്പുണ്ട്, അങ്ങോട്ട് ഫുഡുമായിട്ട് പോവാണ്. ഇവിടെ ഫുള്ള് പണി നടക്കുകയാണ്. 6 മാസമായി ഇവിടെ JCB ക്രെയിന് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. എന്ത് കണ്ടാൽ ഈ തെങ്ങിൻ്റെ നമ്മുടെ നാട്ടിലെ തെങ്ങ് കവുങ്ങിൻ്റെ വലുപ്പമുണ്ട് ഒരു ക്രെയിന്. 6 മാസമായി ഇവരെ കുറ്റത്തി മാന്തരം തുടങ്ങിയിട്ട് എന്താണ് ഇവര് ചെയ്യുന്നതൊരു ഐഡിയ. ഇന്ന് ഈ റോഡ് പൊട്ടി പൊളിച്ചാൽ അപ്പുറത്ത് മറ്റേ റോഡ് കുത്തി പൊളിക്കുക, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡ് കുത്തി പൊളിക്കുക. നമ്മൾ ഇന്ന് ക്യാമറക്ക് ഫൈനും അടിക്കുക, ആ കായിട്ട് ഇപ്പം ഇവിടെ റോഡ് കുത്തി പൊളിച്ച് നന്നാക്കുക. വല്ലാത്ത ജാതി ഇത് മ്യൂസിയത്തിൻ്റെ അത് ബീച്ച് ഇതാണ് റോള ബീച്ച്. കോർണിഷ് അൽ ബോട്ടുകളുണ്ട്, അൽ കപ്പലുകളുണ്ട്, അൽ വാട്ടർ ഉണ്ട്. പിന്നെ നമ്മളെ ഷിയാ പള്ളി ഇതോടെ ഷാർജ റോളിലുള്ള ഷിയാ പള്ളിയാണ് കേട്ടാ. ഇതുണ്ടങ്ങനെ പട്ടുകൂട്ടം കപ്പൽ. വല്ലാത്ത ജാതി. എന്തൊക്കെ ഉണ്ട് ആപ്പിയ ടാക്സിക്കാരൻ പോകുന്നുണ്ട്. ടാക്സിക്കാരൻ നമ്മുടെ നാട്ടിലത്തെ ഓട്ടോറിക്ഷ മാതിരിയ. ഒരു ഗ്യാപ്പ് കണ്ട അപ്പ കുത്തിക്കയറ്റും. അതങ്ങനെ ഫുൾ തടിയിലുണ്ടാക്കിയൊരു ബോട്ടാണ് കേട്ടാ. അൽ കാസിമിയൻ്റെ ബോട്ടാണിത്. ഫുള്ള് മരമാണ് കേട്ടാ. പഴയ കാലത്ത് ഉരു വന്നാന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് ഇവിടെ എന്തോ ഒരു കല്ലുമട്ടി നിന്നാണ്, പിന്നെ ആണ്ട് കൊണ്ട് അനക്കാൻ പറ്റിയിരിക്കാന്നാണ് പറയണത്. ഞാൻ 14 കൊല്ലമായി ഇവിടെ അന്ന് തുടങ്ങി നിർത്തണം. ഇതൊരാണ്ടും കൊണ്ട് അനങ്ങിയിട്ടില്ല, ഒരു കാറ്റിന് പോലും അനങ്ങിയിട്ടില്ല കേട്ടാ. പിന്നെന്താണ് അറേബ്യൻ ടീ ഹൗസ് ഉണ്ട്. അറബികൾക്ക് മാത്രമുള്ള മലയാളിയാകുമ്പോൾ ട്രൗസർ പോലും. കപ്പൽ വൈകത്തുക അല്ലെങ്കിൽ ദുബൈയിൽ ഏറ്റവും ആദ്യം പായക്കപ്പലൊന്നും ഇവിടെ അല്ലേ റോളിൽ. പഴയ കാലത്ത് നമ്മളെ വല്യപ്പാൻ്റെ ഒക്കെ പ്രായമുള്ളവർ ഉരുവിന് വന്നിറങ്ങിയ സ്ഥലമാണ് ഷാർജ റോള. പഴയ കാലത്ത് റോള എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിസിനസ് കൊണ്ട് സമ്പന്നമായിരുന്ന രാജ്യം റോള. രാജ്യമില്ല സ്ഥലം, UAE സ്ഥലം. സാപ്പിച്ച് പറഞ്ഞെടുക്ക് സാപ്പിച്ച് ഇനി ഉണ്ടാകുന്നിട്ട് ബാക്കിൽ വലുതിയ ഒരു വന്നപ്പോൾ വൈകിട്ട് കിട്ടും. വലുതിയാണത്. പിന്നെ ഇതെന്താണ് പിന്നെ ഇറാന്റെ അല്ലട, ഇത് ഇറാനി മറ്റേ കാർഗോ വരുന്ന സ്ഥലമാണ്. ഇറാന്റെ കാർഗോ വരുന്ന സ്ഥലമാണിത്. ഇനി പറഞ്ഞാൽ ഫുള്ള് ഇറാനി മാർക്കറ്റാണ്. പാത്രക്കട ഇറാനിന്ന് വന്ന ഡയറക്റ്റ് വന്നിട്ടുള്ള പാത്രക്കട. ശീശക്കട പാത്രം. ഇതാണ് കസ്റൽ പാരീസ് തന്നെ പാത്രക്കട. ഞങ്ങളൊക്കെ പാത്രക്കട ഇവിടുന്നാണ്. 2 നമ്പർ ചെമ്പ് മുതൽ 58 വരെയുള്ള ചെമ്പുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഹായ് ബ്രദർ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരാം. ഇസ്ലാമിക് മ്യൂസിയം. ഒരു മിനിറ്റ്. പഴയ കാലത്ത് ഒരുപാട് ഫേമസ് ആയ അറബിയ ഇസ്ലാമിക് മ്യൂസിയം ഉണ്ട് ഇവിടെ. അവിടെ ഫുള്ള് ചൈന, ഫുള്ള് ഫോറിൻ ആൾക്കാരാണ് അവിടെ വന്നിട്ട് കാണാൻ വരുന്നത്. തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ്. നമ്മൾ അതിനുള്ളിൽ കയറിയിട്ടില്ല. 10 ഉറുപ്പിനുള്ളിൽ കയറി ടോക്ക് അത് എടുക്കാൻ നമ്മളെടുത്തില്ല. അത് ഞങ്ങളെ ഷാഫിട്ടാ. അത് അൽ ഫാറൂഖ്. കണ്ട ചട്ടി, മണ്ണ് ചട്ടി, വറ്റ ചട്ടി. അത് കാണുന്ന ഇസ്ലാമിക് മ്യൂസിയം. ഇതാണ് ഇസ്ലാമിക് മ്യൂസിയം ട്ടാ. പിന്നെ നീളം ചങ്ങായിമാർ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ട്രെയിനിൻ്റെ വലുപ്പം ഉണ്ടാവൂലേ. ഒരുപാട് പിന്നെ പുരാതന വസ്തുക്കളുള്ള സ്ഥലമാണ് ഷാർജ ഇസ്ലാമിക് മ്യൂസിയം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് കാണുക. എന്താ പഴയ കാലത്ത് പൊളിഞ്ഞാടിയ കപ്പലാണ്. മരമാണ്. സൈഡൊക്കെ ചതറിടിച്ച് പോയിട്ടേ.
അബൂദർ അഫ്വാരി മസ്ജിദ് ഉണ്ട് ഇവിടെ. കണ്ട ഇംഗ്ലീഷ് വന്നിട്ട് മ്യൂസിയത്തിൽ മലയാളീസ് അല്ലേ. ഇംഗ്ലീഷ് ഞാൻ കാണിച്ചു തരാം. ചൈനക്കാർ അതില്ലല്ലോ അപ്പിയ. ഇന്ന് ന്യൂഇയറൊക്കെ ആയിട്ട് ഒന്നും ആരും കാണാനില്ല. ഇത്ര ഒന്നല്ല, ചൈനക്കാർ ഇവിടെ നിറഞ്ഞു നിൽക്കും. ഇവിടെ ഓരോ ഫോട്ടോ ഒക്കെ ഇവിടുന്ന് അതാ രസം. കണ്ടാ പോണ ചൈനക്കാർ ഇതൊക്കെ രണ്ടാൾക്കാർ. അപ്പോൾ നമ്മളെ ഷോപ്പ് എത്തി. ഇസ്ലാമിക് മ്യൂസിയത്തിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ നല്ല ബിരിയാണി ഒക്കെ കഴിക്കട്ടെ. നല്ല ദം ബിരിയാണി, കേരള ദം ബിരിയാണി കഴിക്കാം. അൽ അസീൽ ബിരിയാണി റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പാവാണ്, ജീവിച്ചു പോട്ടെ.